വെൽക്കം ബാക്ക്. നമ്മൾ ഈ സെഷനിൽ ഈ ഒരു ഫ്രാക്ഷണൽ നമ്പറിൻ്റെ സ്ക്വയേഴ്സ് എങ്ങനെ കണ്ടുപിടിക്കാം, അതേപോലെ തന്നെ അതിൻ്റെ പ്രോബ്ലംസും കൂടിയാണ് ചെയ്യുന്നത്. ഇത്ര മാത്രം ഈ ചാപ്റ്ററിലുള്ള ഇതോടുകൂടി ഈ സെഷനിൽ നമുക്ക് ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, സോ ഏറ്റവും ആദ്യം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ ഒരു നമ്മളിപ്പം നേരത്തെ എന്താ പറയുക 4.5 സ്ക്വയർ 3.7 സ്ക്വയർ ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡയഗ്രമാറ്റിക് ഫോം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ 5.8 സ്ക്വയർ എന്നുള്ള ഒരു ക്വസ്റ്റ്യനും കൂടി എന്ത് ചെയ്തിട്ടുണ്ട്, തന്നിട്ടുണ്ട്. നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റിയ 5.8ൻ്റെ സ്ക്വയർ ഒക്കെ ഒന്നുമില്ല, നമുക്കറിയാം ഈ ഒരു ഡിസ്റ്റൻസ് 5 ആക്കി എടുക്കാം, ഇത് 0.8 ആക്കി എടുക്കാം. നേരത്തെ ചെയ്ത അതേ മെത്തേഡ്, വേറെ മാറ്റമൊന്നുമില്ല. സോ ഇതും 5 ആയിട്ട് എടുക്കുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 0.8 ആയിട്ട് എടുക്കുക. അത് വേണമെങ്കിൽ 5 വലുതും 0.8 ചെറുതും അങ്ങനെ വേണേലും വരയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. സോ ഇനി അത് കഴിഞ്ഞിട്ട് 5 × 5 25 റെഡി. ഇനി 5 × 0.8 അതവിടെ അതേപോലെ എഴുതിയിട്ടുണ്ട്, 5 × 0.8. ഇനി ഇവിടെയും 0.8 × 5 അതേപോലെ എഴുതിയിട്ടുണ്ട്. ദ ലാസ്റ്റ് 0.8 × 0.8 0.8 × 0.8 അത് നമ്മൾ ഇവിടെയും എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇത്രയാണ് വേണ്ടി വരിക. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇത് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് മൾട്ടിപ്ലൈ നോക്കിയാലോ. ഇവിടെ 25 നമുക്കറിയാം, 5 8 40 അല്ലേ. 40 എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 4.0 എന്താ വരിക, 4.0. കാരണം 0.8 × 5 ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറിൽ ഒരു പോയിന്റ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ പോയിന്റ് കഴിഞ്ഞ് ഒരു നമ്പർ വേണം. 40 ഒരു നമ്പർ ഇങ്ങോട്ട് പോയിന്റ് മാറ്റി കഴിഞ്ഞാൽ 4.0 എന്നാണ് വരിക, അല്ലെങ്കിൽ 4 എന്ന് എഴുതാം, അല്ലെങ്കിൽ 4.0 എന്ന് എഴുതാൻ പറ്റും. രണ്ടും സെയിമാ, 4.04. ഓക്കെ, സോ അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെയും 5 8 40 അപ്പോൾ 4 വരും. ഇനി 8 8 64 രണ്ട് നമ്പർ ഉണ്ട് പോയിന്റ് അല്ലേ. സോ 0.8 എന്ന് പറയുമ്പോൾ 0.64 ഇത് ആഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. എങ്ങനെ ആഡ് ചെയ്യേണ്ടത്, 25 പ്ലസ് ഇത് രണ്ടും ആഡ് ചെയ്യുക. എങ്ങനെ ആഡ് ചെയ്യുക, 2 × 4 രണ്ടെണ്ണം ഉണ്ട്, പ്ലസ് 0.64 ഇതാണ് വരിക. സോ നമുക്കിതൊന്ന് ആഡ് ചെയ്ത് നോക്കിയാലോ. 25 പ്ലസ് 2 × 4 പ്ലസ് 0.64 ഇതാണ് വരിക. സോ ദിസ് ഈസ് ഗോയിങ് ടു ബി 25 8 33 അല്ലേ. 25 8 33 33.64 ആണ് വരിക. അപ്പോൾ അത് കറക്റ്റ് ആൻസർ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇത് നമ്മുടെ എന്താ പറയുക ആ ഒരു ഇക്വേഷൻ ഫോർമാറ്റിൽ, അല്ലെങ്കിൽ ആദ്യത്തെ ടേം സ്ക്വയർ രണ്ടാമത്തെ ടേം സ്ക്വയർ നടുവിൽ 2 × ആദ്യത്തെ ടേം × രണ്ടാമത്തെ ടേം ആ ഒരു പാറ്റേണിൽ ഇവിടെ നമുക്കൊന്ന് എഴുതി നോക്കാം. നിങ്ങൾ നോക്കിയേ 5.8 സ്ക്വയർ ആണ് വേണ്ടത്. സോ ഏറ്റവും ആദ്യം നമുക്ക് എഴുതാൻ പറ്റും, ദിസ് ഈസ് 5 പ്ലസ് 0.8 ഹോൾ സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. എന്നിട്ട് എന്ത് ചെയ്യുക, ആദ്യത്തെ ടേം സ്ക്വയർ ലാസ്റ്റ് ടേം സ്ക്വയർ ഇവിടെ 0.8 സ്ക്വയർ ഇവിടെ, അത് കഴിഞ്ഞാൽ അതിൻ്റെ നടുവിൽ എന്താ വരിക, 2 × ആദ്യത്തെ ടേം × ലാസ്റ്റ് ടേം അത് നമ്മൾക്ക് എഴുതാം 0.8. ഇനി അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഇവിടെ ടേം മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുക. സോ 5 സ്ക്വയർ 25 വരും. ദെൻ 2 5 10 10 × 0.8 8 വരും. ഓക്കെ, പിന്നെ 8 വരും. ഇനി അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, 0.8 സ്ക്വയർ 0.64 8 64. സോ 25 8 33 ആണ്. സോ 33.64 ആണ് ആൻസർ ആയിട്ട് വരിക. ഇനി ഇതേപോലെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ ഫിഗർ വരച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, അല്ലാതെയും ചെയ്യാൻ പറ്റും. ഏത് മെത്തേഡാണേലും നിങ്ങൾക്ക് അതൊരു വിഷയം ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. ഇനി ഇപ്പം എന്താ പറയുക, ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങളോട് ചോദിക്കുകയാണ് എന്താണ് 7.2 സ്ക്വയർ എന്ന് ചോദിക്കാം. എങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, ആ ടേബിൾ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ഒന്ന് ഫാസ്റ്റായിട്ട് ഇവിടെ വരച്ച് കാണിക്കാം. എന്താ നോക്കിയേ, ഇവിടെ ഏറ്റവും ആദ്യം ഇവിടെ മുകളിൽ വരിക 7 സ്ക്വയർ അല്ലേ. പിന്നെ അതേപോലെ തന്നെ ഇവിടെ വരിക എന്താ പറയുക 7 × 0.2 ഏതുപോലെ, ഇവിടെ 5 × 0.8 ഇവിടെ കണ്ടില്ലേ, അതേപോലെ 7 × 0.2 എന്ന് പറഞ്ഞാൽ ഈ 7 ഉം 0.2 പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുക. അതേപോലെ ഇവിടെയും 7 × 0.2, ഇവിടെയോ
0.2 സ്ക്വയറും ഇതാണ് ചെയ്യാനുള്ളത്. സിമ്പിൾ അല്ലേ? ജസ്റ്റ് ഇവിടെയുള്ള ഈ രണ്ട് ഫ്രാക്ഷൻസ് പരസ്പരം മൾട്ടിപ്ലൈ ചെയ്യുന്നു 2 പ്രാവശ്യം. എന്നിട്ട് എന്ത് ചെയ്യും? ഓരോ ടേം 0.2 7 × 7 അത് മൾട്ടിപ്ലൈ ചെയ്യുന്നു, എന്നിട്ട് ആഡ് ചെയ്യുന്നു. ഇതാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ള ഈ പ്രോബ്ലത്തിലും ചെയ്യാനുള്ളത്. നമുക്ക് ഐ തിങ്ക് 5 പ്രോബ്ലംസ് ആണുള്ളത്. അത് കഴിഞ്ഞാൽ ചാപ്റ്റർ കഴിഞ്ഞു, പിന്നെ കൺക്ലൂഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സ്ക്വയേഴ്സ് ഓഫ് ദി നമ്പേഴ്സ് ബിലോ. ചുവടെ നൽകിയിരിക്കുന്ന സംഖ്യകളുടെ വർഗ്ഗങ്ങൾ കണ്ടെത്തുക. ഇതാണ് പറഞ്ഞിരിക്കുന്നത്. സോ 2.3 സ്ക്വയർ ആണ് കാണേണ്ടത്. എങ്ങനെയാ ചെയ്യാ? എന്തോ ബുദ്ധിമുട്ടുണ്ടോ? 2.3 സ്ക്വയർ ഇതെന്താന്നാ ചോദിക്കുന്നത്. 2.3 എന്ന് പറയുന്ന നമ്പർ തന്നു, അതിന്റെ സ്ക്വയർ കാണാൻ പറഞ്ഞാൽ നമുക്ക് ആദ്യമേ പറയാൻ പറ്റുന്നത് 2.3 സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. സോ ദിസ് ഇസ് ഈക്വൽ ടു 2 + 0.3 ഹോൾ സ്ക്വയർ. ഇങ്ങനെ എഴുതാം. So this is equal to 2 square plus 2 into 2 into 0.3 plus 0.3 square. ആ നേരത്തെ നമ്മൾ പറഞ്ഞ 23/10 എന്നുള്ള ഫോർമാറ്റ് ഇല്ലേ, അതിലും വേണമെങ്കിൽ ഇത് ചെയ്ത് കാണിക്കാം കേട്ടോ. ഓക്കെ, സോ ആദ്യത്തെ പ്രോബ്ലം നമുക്ക് 2 മെത്തേഡിലും ചെയ്യാം. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി 2 square is 4 and 2 into 2 into 0.3. 2 into 0.3 എന്ന് പറഞ്ഞാൽ 0.6 ആണ് വരിക. 0.3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 3 9. 9 എന്ന് പറയുമ്പോൾ 0.9 ആണ് വരിക? അല്ല. കാരണം എന്താ? 9 വന്നാൽ 2 പോയിന്റ് ഇങ്ങോട്ട് വരണം, അല്ലെങ്കിൽ പോയിന്റ് കഴിഞ്ഞ് 2 നമ്പർ വരണം. എന്താ വരിക? 0.09. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെയൊക്കെയാണ് കുട്ടികൾ തെറ്റിക്കാറുള്ളത്. അപ്പോൾ 0.3 സ്ക്വയർ എന്ന് പറയുമ്പോൾ 0.3 സത്യത്തിൽ 0.3 into 0.3. ഇവിടെ 1 നമ്പർ, ഇവിടെ 1 നമ്പർ. ആൻസറിൽ പോയിന്റ് കഴിഞ്ഞിട്ട് 2 നമ്പർ വേണം. ഒരു നമ്പർ, രണ്ടാമത്തെ നമ്പർ. അതാണ് എന്ത് വരിക? 09 എന്ന് വരും. അതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരിക്കലും അത് മറന്നു പോകരുത്. ഓക്കെ, സോ ഇത് തന്നെയാണ് നമ്മൾ ബേസിക്കലി 10ന്റെ മൾട്ടിപ്ലിക്കേഷനും ചെയ്യണത്. 10 into 10 വരികയാണെങ്കിൽ എന്തുകൊണ്ടാണ് 100 വരുന്നത്? ആ ഒരു 0 1 വേറൊരു 0 ഉള്ള ടേം മൾട്ടിപ്ലൈ ആണെങ്കിൽ ആ സീറോസും 2 0 ആയിട്ട് മാറും. അത് തന്നെയാണ് ഇവിടെയും വരിക, വേറെ പുതിയ കാര്യമൊന്നുമല്ല. ഇതേപോലെയാണ് കേട്ടോ നമ്മൾ 0.3 into 0.3 into 0.3 ചെയ്യുകയാണെങ്കിൽ 0.027. എന്താ കാരണം? 3 പോയിന്റിന്റെ 3 നമ്പർ ഉണ്ട്. സോ 3 ഡിജിറ്റ് ഉണ്ട്. സോ അങ്ങനെയാണ് വരിക. ഇവിടെ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കിയേ, 4 2 6 12. പക്ഷെ 12 എന്ന് എഴുതാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താ? ഒരു നമ്പർ പോയിന്റ് ആണ്. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി 1.2 പ്ലസ് ലാസ്റ്റ് 0.09. ഇതാണ് ആഡ് ചെയ്യേണ്ടത്. സോ നമുക്ക് ഇവിടെ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. 4 പ്ലസ് 1.2 പ്ലസ് 0.09. ഇതാണ് ആഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ 4.00 എന്ന് എഴുതാം. 4.00. 1.2ന് 1.20 എന്ന് എഴുതാം. കാരണം എന്താ? പോയിന്റ് കഴിഞ്ഞിട്ട് 0 എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഡസന്റ് ഹാവ് എനി സോർട്ട് ഓഫ് വാല്യൂ, അല്ലെങ്കിൽ അതിന് വാല്യൂ ഇല്ല, വിലയില്ല നമുക്ക് പറയാൻ പറ്റും. സോ നേരെ ആഡ് ചെയ്യാം. 9 വരും, 2 വരും, പോയിന്റ് ഇടണം, 4 1 5 വരും. 5.29 ആണ് വരിക. ഒരു സംശയമില്ല, ദിസ് ഇസ് ഡെഫിനറ്റ്ലി കറക്റ്റ് ആൻസർ. ഇത് 100% ഉറപ്പാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് വേണമെങ്കിൽ 23യുടെ സ്ക്വയർ കണ്ടിട്ട് 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി നമ്മൾ പറഞ്ഞല്ലോ. സോ അത് ആദ്യത്തെ പ്രോബ്ലം ആയതുകൊണ്ട് ഇതിൽ നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെ ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ് സത്യത്തിൽ. പക്ഷേ നിങ്ങൾ ഈ മെത്തേഡിലും ചെയ്യണം. ഈ മെത്തേഡിൽ നിങ്ങൾ ചെയ്ത് പഠിക്കണം. കാരണം എന്താ? നിങ്ങൾക്ക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ള മെത്തേഡുകൾ പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അത്രയും നോളജ് കൂടും. എന്ത് മെത്തേഡ് ചോദിച്ചാലും അല്ലെങ്കിൽ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യാൻ പറ്റും. അതിനാണ് മെത്തേഡുകൾ പഠിക്കുന്നത്. അല്ലാതെ 3ാമത്തെ ചാപ്റ്ററിൽ പഠിച്ച പോലെ ആ ഫോർമുല നേരം കൊടുത്താൽ ചെയ്യാവുന്നതേ ഉള്ളൂ ഇതെല്ലാം. ബട്ട് സ്റ്റിൽ ഇതിൽ പറഞ്ഞ പോലെ ആ ഒരു ചിത്രം വരച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യുക, ഇങ്ങനെയുള്ള നമ്പേഴ്സ്, അതൊക്കെയാണ് സത്യത്തിൽ എന്ത് ഇതിൻ്റെ ബേസ് എന്ന് മനസ്സിലാക്കണം. ഓക്കെ, സോ നമുക്ക് ഈ 23 സ്ക്വയർ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എന്ത് ചെയ്യാം? നമ്മുടെ ആ ഒരു ബൈ 100 എന്നുള്ള മെത്തേഡിൽ ഒന്ന് ചെയ്ത് നോക്കാം. സോ നിങ്ങൾ നോക്കിയ ചോദ്യം 2.3 സ്ക്വയർ. ഏറ്റവും ആദ്യം 23/10 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം, വിച്ച് ഈസ് ഈക്വൽ ടു 20 + 3 ബൈ മുകളിലുള്ള ടേം 23, അതിൻ്റെ സ്ക്വയർ നമ്മൾ ഇങ്ങനെ എഴുതി. താഴെയുള്ള 10 സ്ക്വയർ 100 എന്ന് എഴുതി അല്ലേ? സോ ദിസ് ഈസ് ഗോയിങ് ടു ബി 23 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 20 + 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 20 സ്ക്വയർ.
2 × 20 × 3 പ്ലസ് 3 സ്ക്വയർ ബൈ 100. ഇനി ഇത് 2 20 40 3 120. ഇത് 400 120 520. 520 3ന്റെ സ്ക്വയർ 9 529. മൈൻഡ് കാണാവുന്നതേ ഉള്ളൂ. 529/100. ഞാനിവിടെ നോക്കുമായിരുന്നു നമ്മൾ നേരത്തെ ചെയ്ത കറക്റ്റ് തന്നെയല്ലേ കിട്ടിയെന്ന്. സോ ഒരു സംശയവുമില്ല, നമ്മുടെ ആൻസർ നേരത്തെ കിട്ടിയതും ഇപ്പം കിട്ടിയതും ഒരു മാറ്റവും ഇല്ല. 5.29 വരുള്ളൂ. അതിലൊന്നും ഒരിക്കലും തെറ്റ് വരില്ല, പ്രൊവൈഡഡ് നിങ്ങൾ ഈ ചെയ്യുന്ന സ്റ്റെപ്പുകളിലുള്ള മൾട്ടിപ്ലിക്കേഷനും സ്ക്വയർ കാണുന്നതൊക്കെ കറക്റ്റായിട്ട് ചെയ്യണം. വേറെ ഒന്നും പ്രശ്നമൊന്നുമില്ല. സോ 5.29 ആണ് ആൻസർ. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നൗ ലെറ്റ്സ് മൂവ് ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇവിടെ 8.7 സ്ക്വയർ ആണ് ചോദിച്ചത്. 8.7 സ്ക്വയർ ആണ് ചോദിച്ചത്. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം? 8.7 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 8 പ്ലസ് 0.7 സ്ക്വയർ. മാറി മാറി ചെയ്താൽ മതിയല്ലോ. എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് എന്ത് ചെയ്യാം? പോയിന്റ് വെച്ച് ചെയ്യാം. അടുത്തത് വേണമെങ്കിൽ ബൈ 10 വെച്ച് ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം, കുഴപ്പമില്ല. സോ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ആദ്യം 8 സ്ക്വയർ പ്ലസ് 2 × 8 × 0.7 പ്ലസ് 0.7 സ്ക്വയർ. ഇനി അത് കഴിഞ്ഞ് 8 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 64 വരും. ഇവിടെ 2 × 8 7 7 56 0 അല്ല, ഓക്കെ, ഇത് 5.6 ആണ് വരിക. ഓക്കെ, 5.6. അതെങ്ങനെ 5.6 എന്ന് മനസ്സിലായത്? ഒന്നുമില്ല, 7 8 56. എന്ത് ചെയ്യണം? ഒരു നമ്പറാണ് പോയിന്റ് കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ 5.6 ഇത്രയേ ഉള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ ലോജിക്കാണ്. ഇനി അത് കഴിഞ്ഞിട്ട് 7 7 49, അത് 0.49 എന്ന് മാത്രമേ എഴുതാവൂ. ഇനി അത് കഴിഞ്ഞിട്ട് നേരെ ആഡ് ചെയ്താൽ മതി. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി 64 പ്ലസ് 2 5 10 5 5 11 11 11.2 ആണ് വരിക. 56ന്റെ ഡബിള് 112 അല്ലേ? സോ ഒരു നമ്പർ പോയിന്റ് കഴിഞ്ഞിട്ട് അല്ലേ? സോ 11.2 ഇതാണ് വരിക. അത് കഴിഞ്ഞ് 0.49 ആണ് വരിക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് നേരെ ആഡ് ചെയ്യാം. സോ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 64 11 75. ഇത് 20 എന്ന് വേണമെങ്കിൽ എടുക്കാം. 20 49 69. സോ 75.61 75.61 75.69 75.69. ദാറ്റ് വിൽ ബി ദ റൈറ്റ് ആൻസർ. ഇപ്പോൾ 7 7 49 ലാസ്റ്റ് 9 വേണം, അത് അവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ തെറ്റിയിട്ടില്ല. സോ വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. സോ ഇത് വേണമെങ്കിൽ എന്ത് ചെയ്യാം? നിങ്ങൾ സ്വന്തമായിട്ട് ട്രൈ ചെയ്യാം. എന്ത്? ഇവിടെ 87 സ്ക്വയർ ബൈ 10 എന്നുള്ള 10 സ്ക്വയർ എന്നുള്ളത് നിങ്ങൾ ചെയ്ത് നോക്കുക. 87 സ്ക്വയർ ബൈ 100 നിങ്ങൾ ചെയ്ത് നോക്കുക. 10 സ്ക്വയർ ആണല്ലോ 100. സോ അത് നിങ്ങൾ ചെയ്ത് നോക്കുക. സോ യു വിൽ ഗെറ്റ് 75.69. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്താ പറയുക, ഈ ചെയ്ത കാര്യങ്ങൾ 8 സ്ക്വയർ 64 ആർക്കും അറിയാം. 7 സ്ക്വയർ 49 പോയിന്റ് ആകുമ്പോൾ 0.49. നടുവിൽ വരുന്നത് 2 × 8 × 0.7 7 8 56 5.6 × 2 എന്ന് പറഞ്ഞാൽ 11.2 ആണ് വരിക. അതാണ് ഇവിടെ 11.20 എന്ന് എഴുതി. എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക? 64 10 75 75 69 75.69 ഇതാണ് വരിക. ഇനി ലാസ്റ്റ് 10.1. ഇത് കുറച്ച് വലിയ നമ്പറാണ് അല്ലേ? 10.1. പക്ഷേ നമുക്കിതൊന്നും വിഷയമല്ല. 10.1 സ്ക്വയർ ആണ് ചോദ്യം. സോ നമുക്ക് എന്ത് ചെയ്യാം? 10 പ്ലസ് 0.1 സ്ക്വയർ. 0.1 ആയതുകൊണ്ട് നമുക്ക് എന്താ, കുറച്ചുകൂടി ചെറിയ നമ്പറാണ്. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി 10 സ്ക്വയർ പ്ലസ് 2 × 10 × 0.1 പ്ലസ് 0.1 സ്ക്വയർ. ആദ്യത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ 10 സ്ക്വയർ ഈസ് 100. 2 × 10 × 0.1. 10 × 0.1 എത്രയാ? 1 അല്ലേ? 10 × 0.1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത് 1 ആണ് വരിക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1.0 ആണ് സത്യത്തിന് വരിക അല്ലേ? 10 × 0.1 എന്ന് പറഞ്ഞാൽ 1.0 എന്ന് പറഞ്ഞാൽ 1 ആണ് വരിക. സോ ഇവിടെ 2 × 1 2 ആണ് വരിക. 0.2 × 10 എന്ന് ചെയ്താലും ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് പിന്നെ 10 ചെയ്താലും 0.2 × 10 ബേസിക്കലി 2 ആണ് വരിക. ഇനി അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് 0.1 സ്ക്വയർ. 0.1 സ്ക്വയർ തെറ്റിപ്പോവരുത്. എന്താ വരിക? 0.01 എന്നാണ് വരിക.
സോ ദിസ് ഇസ് ഗോയിങ് ടു ബി 102. എങ്ങനെ 100 + 2 അല്ലേ? 0.01 ഇതാണ് ആൻസർ. 102.01 ഇതാണ് ആൻസർ. അപ്പോൾ ഇത് ബേസിക്കലി നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് ഉണ്ടായേക്കാം, ഇത്രയും വലിയ നമ്പറൊക്കെ വരുമെന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായേക്കാം. സോ അത് ക്ലിയർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ നോക്കിയേ, ഇവിടെ 10.1 സ്ക്വയർ ഈക്വൽ ടു എന്ത് ചെയ്യുക, 101 സ്ക്വയർ ബൈ 100 എന്ന് എഴുതാം. 101 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100ൻ്റെ സ്ക്വയർ എന്താ വരിക, 10,000. 100ൻ്റെ സ്ക്വയർ എങ്ങനെ 4 പൂജ്യം വരിക? 100 എന്ന് പറയുമ്പോൾ അതിൽ 2 പൂജ്യം ഉണ്ട്. ഈ 2 പൂജ്യമിന് 2 പൂജ്യം ചെയ്താൽ 4 പൂജ്യം വരണം അല്ലേ? പ്ലസ് 2 × 10 × 1 200 പ്ലസ് 1 സ്ക്വയർ 1 ബൈ 100. സോ 10,201 ബൈ 100, 102.01. ജസ്റ്റ് നിങ്ങൾക്ക് ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി ചെയ്തു എന്നേ ഉള്ളൂ, കാരണം ഇതിങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. സോ ആൻസർ കറക്റ്റ് ആയിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ദ ഫൈനൽ ആൻസർ. ഇനി നമ്മുടെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അത് കുറച്ചുകൂടി വലിയ നമ്പറാണ്, ബട്ട് വി വിൽ നോട്ട് ബോദർ. നമുക്കിതൊന്നും ഒരു വിഷയമല്ല. ജസ്റ്റ് എന്ത് ചെയ്യുക, 12 + 0.5 ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ഒന്ന് സ്പീഡ് ചെയ്താലോ, 12 സ്ക്വയർ പ്ലസ് 2 × 12 × 0.5 + 0.5 സ്ക്വയർ. So this is 144 ആണ്. 12 സ്ക്വയർ പ്ലസ് 2 × 12 × 0.5. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം, 2 × 0.5 എന്താ, 2 അര എത്രയാ, 2 × ½ എത്രയാ, 1 ആണ് വരിക. സോ എന്താ വരിക, ഇവിടെ 12 വരും. ഇത് രണ്ടും കൂടി എന്തായി പോവും, കട്ടായി പോവും. 2 അര 1 ആയി പോവും, ബാക്കി 12 പ്ലസ് 0.5 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 0.5525 0 ഒരു മിനിറ്റ്, 5×5 അല്ലേ, 2×5 വരിക, 0.25 ആണ് വരിക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 നമ്പറാണ് എന്ത് ചെയ്യുക, പോയിന്റ് കഴിഞ്ഞ് വേണ്ടത്, 0.25 ആണ് വരിക. ഓക്കെ, സോ വി നീഡ് ടു ജസ്റ്റ് ആഡ് ദിസ് നമ്പർ. 144 + 12 ഈസ് 156. സോ ദ ആൻസർ ഈസ് 156.25. കാരണം 144 10 154, 2 156, പിന്നെ ഇത് പോയിന്റ് ഉള്ള നമ്പർ 0.25. സോ 156.25 ആണ് വരിക. സോ ഇതിൽ നമുക്ക് ലാസ്റ്റ് ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടിയാണുള്ളത്. സോ ദാറ്റ് ഈസ് ദ 15.7. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക, ഇത് നമ്മൾ ചെയ്യേണ്ടത് 15 + 0.7 സ്ക്വയർ. ഇതിൽ ഏറ്റവും ആദ്യം 15 സ്ക്വയർ പ്ലസ് 2 × 15 × 0.7 പ്ലസ് 0.7 സ്ക്വയർ. ഇനി അടുത്ത സ്റ്റെപ്പിൽ 15 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാ, 15 സ്ക്വയർ. അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക. നേരത്തെ 12 സ്ക്വയർ നമ്മൾ നേരെ എഴുതിയ അല്ലേ, 15 സ്ക്വയർ നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് വിചാരിക്കുക. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ നേരത്തെ ചെയ്തിട്ടില്ലേ, നമ്മൾ 15 സ്ക്വയറും 18 സ്ക്വയറൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ് ചെയ്താലേ. അപ്പം അതേപോലെ 15 സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ 15 സ്ക്വയർ = 10 + 5 ഹോൾ സ്ക്വയർ എന്ന് എഴുതാവുന്നതാണ്. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുക, 100 പ്ലസ് 2 10 25 100 പ്ലസ് 25 100 225 എന്ന് കിട്ടും. ഇത് അറിയായിട്ടല്ല, ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങാനും കഴിഞ്ഞ പ്രോബ്ലത്തിൽ ഉള്ള പോലെ എന്താ പറയുക, 10ൻ്റെ മുകളിലുള്ള നമ്പർ വന്നാൽ നമുക്ക് 20, 35, 46, 62, 70, 80 ഒക്കെ 88 ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇതുവരെ ചെയ്ത മെത്തേഡിൽ ചെയ്യാം. ബട്ട് ഈ ഒരു ഫ്രാക്ഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്റ്റെപ്പിന് പകരം നമ്മൾ എന്ത് ചെയ്യുക, ആദ്യത്തെ എക്സസൈസിൽ വന്ന പോലെ നമ്മൾ ഇതേപോലെ അങ്ങ് ചെയ്യാം. ഓക്കെ, അങ്ങനെ അത് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ചെയ്തിട്ട് പിന്നെ ബാക്കി ആഡ് ചെയ്യാനല്ലേ ഉള്ളൂ അല്ലേ. പിന്നെ എന്ത് ചെയ്യുക, 2 × 0.7 × 15. അപ്പം എന്താ വരിക, ഇവിടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നത് എന്താ പറയുക, 15 നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നില്ലെങ്കിൽ ഇവിടെ എങ്ങനെ എഴുതുക, എന്നിട്ട് ആ പോയിന്റ് അവിടെ പോയി ആൻസറിൽ ഒരു നമ്പർ ഇപ്പുറത്ത് പോയിന്റ് ആക്കിയാൽ മതി. അപ്പോൾ 15 എന്ന് പറയുമ്പോൾ 17 70 75 35. സോ 105 ആണ് വരിക. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി 105.
സോ അത് നിങ്ങൾക്ക് വേണേൽ ചെയ്യാം. 7 5 35, 5 ബാക്കി 3, 7 1 7 ബാക്കി 3 7 10 105 നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അതെന്ത് ചെയ്യുക, 2 × 10.5 എന്ന് നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ പറ്റും. അത് കഴിഞ്ഞ് ലാസ്റ്റ് 7 7 49, അപ്പോൾ 0.49 എന്ന് മാത്രമേ നിങ്ങൾ എഴുതാവൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇത് ആഡ് ചെയ്താൽ മതി. സോ ദിസ് ഇസ് ഗോയിങ് ടു ബി 225 പ്ലസ് 2 × 10 എത്രയാ, 10 2 20, 1/2 × 2 എത്രയാ 1, അപ്പോൾ ഇത് എത്രയാ വരിക 21 അല്ലേ, പ്ലസ് പിന്നെന്താ വരിക 0.49, ഇതാണ് ഫൈനലി വരിക. ഇത് നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് 0.49 എവിടെ വരും, 5 1 6 വരും. ഇനി 2 2 4 വരും, 2 246.49 ആണ് വരിക. സോ ഇത് കറക്റ്റ് ആൻസർ ആണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് 15.7 ആണ്. 7 7 49, ലാസ്റ്റ് 49 ഉണ്ട്. ഓക്കെ, പിന്നെന്താ പറയുക, 15 × 15 225 വരും. പിന്നെ എന്ത് ചെയ്യണം, 225-നേക്കാളും കുറച്ചുകൂടി വലിയ നമ്പർ, അതാണ് 246. കാരണം എന്താ, 225-ന്റെ കൂടെ ഒരു 0.7 കൂടി എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പോൾ അതാണ് സംഭവം. സോ ദിസ് ഇസ് 246.49. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മുടെ ഇതുവരെ ചെയ്ത ചാപ്റ്ററിന്റെ കൺക്ലൂഷൻ പറയുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ ചാപ്റ്ററിൽ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 നമ്പറിന്റെ അല്ലെങ്കിൽ ഒരു നമ്പറിനെ അതിനോട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന സംഭവമാണ് എന്ത്, സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പൊ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് എന്താ, ഒരു നമ്പർ അല്ലെങ്കിൽ വർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്പർ ഇൻറ്റു അതേ നമ്പർ എക്സ് ഇൻറ്റു എക്സ്. അപ്പൊ അതിനെയാണ് നമ്മൾ എക്സ് സ്ക്വയർ എന്ന് പറയാ. എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ 1 × 1 1 സ്ക്വയർ, 2 × 2 2 സ്ക്വയർ, ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പറയാൻ പറ്റും. അപ്പോൾ 1 സ്ക്വയറും 2 സ്ക്വയറും ഒക്കെ നിങ്ങൾക്ക് അറിയാം. ബട്ട് നിങ്ങൾ എല്ലാവരും 10 സ്ക്വയർ വരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റണം. 10 സ്ക്വയർ എന്ത് ചോദിച്ചാലും, 9 സ്ക്വയർ 8 സ്ക്വയർ 7 സ്ക്വയർ 6 സ്ക്വയർ ചോദിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് പെട്ടെന്ന് പറയാൻ പറ്റണം. 1 മുതൽ 10 വരെ സ്ക്വയേഴ്സ് നിങ്ങളുടെ തലയിൽ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവണം. ഉറക്കത്തെന്ന് ചോദിച്ചാലും പറയാൻ പറ്റണം. സോ 10 സ്ക്വയർ 100, 9 സ്ക്വയർ 81, 7 സ്ക്വയർ 8 സ്ക്വയർ 64, 7 49, 6 36, ആ രീതിയിൽ ഫുള്ള് പറയാൻ പറ്റണം. പറ്റുമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 20 വരെ സ്ക്വയർ അങ്ങോട്ട് പഠിക്കാം. വലിയ പണിയൊന്നുമില്ല. 11 സ്ക്വയർ 121, 12 144, 13 169, 14 196, 15 225, 16 256, 17 289, 18 324, 19 361, 20 400. ഇനി 21 മുതൽ പോണേ 441, 484 ഇങ്ങനെ പോവുകയും ചെയ്യും. ബട്ട് 20 വരെ നിങ്ങൾ പഠിക്കുകയാണ്, നല്ല ബോണസാണ്. സ്കോളർഷിപ്പ് എക്സാമിലൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതേപോലെ ഈ പ്രോബ്ലം ഒക്കെ തന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാന്നറിയോ, നിങ്ങൾക്ക് ആദ്യമേ നിങ്ങളുടെ മൈൻഡിൽ ആൻസർ ഉണ്ടാവും, പിന്നെ അത് എഴുതി അങ്ങ് പിടിപ്പിച്ചാൽ മാത്രം മതി. അപ്പം അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു നമ്പറിനെ അതിനോട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് സ്ക്വയർ നമ്പർ. പിന്നെ വാട്ട് ഈസ് ദ പെർഫെക്റ്റ് സ്ക്വയർ, പൂർണ്ണവർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, നാച്ചുറൽ നമ്പർ എണ്ണൽ സംഖ്യകൾ 1 2 3 4 5 ഇങ്ങനെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയറിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഇങ്ങനെയുള്ള നമ്പേഴ്സിന്റെ വർഗ്ഗങ്ങളെയാണ് എന്തെന്ന് പറയാ, പെർഫെക്റ്റ് സ്ക്വയർ അല്ലെങ്കിൽ പൂർണ്ണവർഗ്ഗങ്ങൾ എന്ന് പറയാം. അങ്ങനെ പൂർണ്ണവർഗ്ഗങ്ങൾ കാണാനുള്ള മെത്തേഡാണ് പിന്നെ നമ്മൾ പഠിച്ചത്. ഇപ്പം ഏത് നമ്പർ ആണെങ്കിലും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 16 സ്ക്വയർ ആണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് 10 + 6 എന്നെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിൽ ആദ്യത്തെ ടേം സ്ക്വയർ പ്ലസ് 2 × ആദ്യത്തെ നമ്പർ ഇൻറ്റു രണ്ടാമത്തെ നമ്പർ പ്ലസ് ലാസ്റ്റ് 6 സ്ക്വയർ, ലാസ്റ്റ് 6 സ്ക്വയർ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. പ്ലസ് ലാസ്റ്റ് 6 സ്ക്വയർ. ഓക്കെ, സോ ഇതെന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇനി ആഡ് ചെയ്താൽ മതി. അപ്പോൾ 10 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 100, 2 × 10 × 6 എന്ന് പറയുമ്പോൾ 2 6 12 120 വരും. ഇനി അത് കഴിഞ്ഞിട്ട് 6 6 36 വരിക. 100 120 256. സോ 256 ആണ് സം ചെയ്ത് കഴിഞ്ഞാൽ വരും. ഇതാണ് നമ്മൾ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ വേറെ എന്താ പറഞ്ഞത്, ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പം എന്താ പറയുക, 2.4 സ്ക്വയർ കാണണം. നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും, ഒന്നുകിൽ 2 + 0.4 സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ മറ്റൊരു മെത്തേഡിൻ്റെ എന്താണ്, 24 സ്ക്വയർ / 100 ചെയ്താലും മതി. ഇത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ പറയുന്നില്ല. ബട്ട് നിങ്ങൾക്ക് എങ്ങാനും ഈ ഫ്രാക്ഷനൊക്കെ തെറ്റിപ്പോവുകയെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഇത് ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ മെത്തേഡ് ഒരു പ്രശ്നമില്ല. ബട്ട് നിങ്ങൾ ഈ മെത്തേഡ് പഠിക്കുന്നത്
എപ്പോഴും നല്ലതാണ്. കാരണം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ ആവശ്യമുള്ളതാണ്. പ്രത്യേകിച്ച് സിലബസ് പരിഷ്കരിച്ചിട്ടുള്ളത് ഈ ഫോർമുലയൊക്കെ കാണാതെ പഠിക്കുന്നത് ഒഴിവാക്കിയിട്ട് ഇതൊക്കെ നിങ്ങളുടെ മൈൻഡിൽ നിന്ന് തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ with that we are winding up this session. I hope this chapter is clear to you everyone. സോ ഈ ചാപ്റ്റർ എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള എല്ലാ ക്വസ്റ്റ്യൻ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഒന്നുകൂടി വീഡിയോ ഫസ്റ്റ് മുതൽ കണ്ടാൽ മതി. സോ എന്ത് ചെയ്യുക, സ്റ്റോപ്പ് ചെയ്യാം. താങ്ക് യു.